ഹലാൽ വിഷയം നോക്കൂ, ഈ സമൂഹത്തിൽ എത്രമാത്രം പരമത വിദ്വേഷം കടത്തിവിട്ട വിഷയമായിരുന്നു. എന്താ സുരേന്ദ്രൻ പറഞ്ഞത്? മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയുള്ള ഹോട്ടലുകളിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അവർ തുപ്പിയിട്ടാണ് ഭക്ഷണം കൊടുക്കുകയെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞു. ഞാനപ്പോൾ എടുത്ത നിലപാട് സോഷ്യൽ മീഡിയയിലിട്ട ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ ഞാനത് ആദ്യം അന്ന് നമ്മുടെ ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പേര് പറയുന്നത് ശരിയല്ല, ഒരു ചെയിൻ റെസ്റ്റോറൻറ്റ് ശൃംഖലയ്ക്കെതിരെ ഒരു വലിയ ആക്ഷേപം സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ടായിരുന്നു, ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു. അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞു നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, നമ്മളുടെ ഒരു സ്പീച്ച്, നിരുത്തരവാദപരമായിട്ടുള്ള സ്പീച്ച് കാരണം ഒരാളുടെ സ്ഥാപനം പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഇവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പരസ്പരം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ കഴിയില്ല. യെസ്. അപ്പം ഞാൻ പറഞ്ഞത് അല്ല, അന്ന് ആ റെസ്റ്റോറൻറ്റിനെതിരെ ക്യാമ്പയിൻ നടക്കുന്നത്, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. അതേ ദിവസമാണ് സുരേന്ദ്രൻ്റെ ഈ പ്രസ്താവനയും വന്നത്. അപ്പോൾ അത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്നത് മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറം പാലക്കാട് ബോർഡറാണ്. ഞാൻ ജനിച്ചെല്ലാം മലപ്പുറം ജില്ലയിലാണ്. എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരുടെയൊക്കെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ അത്തരം റെസ്റ്റോറൻറ്റുകളിൽ പോകും. സുരേന്ദ്രനും അങ്ങനെയുള്ള പ്രദേശത്ത് നിന്ന് വന്ന ആളാണ്. ഈ പ്രസ്താവനയൊക്കെ നടത്തിയ ശേഷം സുരേന്ദ്രൻ മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവരുടെ കല്യാണങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പ്രധാനപ്പെട്ട വൻകിട മുസ്ലിം മുതലാളിമാരുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തുപ്പിയ ഭക്ഷണമാണോ കിട്ടുന്നതല്ലോ. അപ്പോൾ ഈ രീതിയിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയിട്ട് കൃത്യമായ ലക്ഷ്യത്തോടെ ഒരു BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന ഒരാൾ നടത്താൻ പാടില്ലാത്ത പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അത് മാത്രമല്ല, ഞാൻ അതിനെ വളരെ വ്യക്തിപരമായിട്ട് അതിനെ ഇത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാവരുത്, കേരളത്തെ പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത്തരം ഭിന്നിപ്പുണ്ടാക്കുന്ന നിലപാടുകൾ ആരും സ്വീകരിക്കരുത്, വികാരമാവരുത്, വിവേകമായിരിക്കണം നമ്മളെ നയിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് സുരേന്ദ്രൻ എന്നെ ഫോൺ ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് പാർട്ടി നിലപാടാണ് എൻ്റേതെന്ന് വേറെ പോസ്റ്റ് ഇടിയിപ്പിച്ചു. എന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചാണ്. എനിക്ക് വേറെ നിവൃത്തിയ കാലത്തിൽ എനിക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അപ്പോഴും അതൊരു വലിയ പ്രയാസമായിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം 1 വർഷത്തോളം എന്നെ മാധ്യമ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് വിലക്കി, TV ചർച്ചകളിൽ പോകുന്നത് വിലക്കി, എന്നെ കംപ്ലീറ്റ്ലി. അത് സാഹചര്യം ഉണ്ടായി. ലക്ഷദ്വീപ് വിഷയത്തിൽ സുരേന്ദ്രൻ്റെ പ്രസ്താവന എഗെയിൻ. ലക്ഷദ്വീപിൽ എന്താ പറയുക, ആയുധങ്ങൾ കണ്ടെത്തുന്നു, തീവ്രവാദികളുണ്ട്, മയക്കുമരുന്നിൻ്റെ കേന്ദ്രമാണ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷദ്വീപിലെ മുഴുവൻ ജനങ്ങളെയും ആക്ഷേപിക്കുന്ന നിലപാട് സുരേന്ദ്രൻ എടുത്തു. എൻ്റെ നിലപാട് വീണ്ടും നിങ്ങൾ പരിശോധിച്ചോളൂ. അന്നത്തെ മാതൃഭൂമി ചർച്ചയിൽ ഹാഷ്മി അതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ലക്ഷദ്വീപിലെ ജനങ്ങളും ഇന്ത്യക്കാരാണ്. ലക്ഷദ്വീപും ആൻഡമാനും ഇന്ത്യയുടെ മുങ്ങാത്ത വിമാനവാഹിനികളാണ്. അവിടുത്തെ ജനങ്ങളെയും ഉൾക്കൊള്ളണം. അവരുടെയും അവരെ അപരവൽക്കരിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന എൻ്റെ നിലപാട്. ഈ 2 നിലപാടും വാസ്തവത്തിൽ പിന്നീട് BJPയുടെ കേന്ദ്ര നേതൃത്വം എൻ്റെ നിലപാടുകൾ അക്നോളജ് ചെയ്തു. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ഹലാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ BJP സെൻട്രൽ ലീഡർഷിപ്പിൻ്റെ നിലപാട് പിന്നീട് വന്നു. ഞാൻ പറഞ്ഞതായിരുന്നു ശരിയെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. അവർ ആ നിലപാടിലേക്ക് വരേണ്ടി വന്നു. ലക്ഷദ്വീപ് വിഷയത്തിൽ പിന്നീട് ഞാൻ പറഞ്ഞ നിലപാടിലേക്ക് വരേണ്ടി വന്നു. ലക്ഷദ്വീപിലെ ജനങ്ങളെ അപരവൽക്കരിക്കുന്ന നിലപാടിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ സുരേന്ദ്രൻ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ എന്തെങ്കിലും വിളിച്ച് പറയും. നമ്മളത് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മളെ മേൽ ഫോഴ്സ്ഫുള്ളി അത് അടിച്ചേൽപ്പിക്കും. 3-ാമത്തെ വിഷയം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമുക്കറിയാം, ഇപ്പോൾ BJPയുടെ ഒരു വക്താവായിരിക്കുന്ന സമയത്ത് ഒരു നിലപാട് ആരെങ്കിലും വിളിച്ചു ചോദിക്കുന്ന സമയത്ത് BJPയുടെ ഒരു പ്രഖ്യാപിത നിലപാടുണ്ടായിരിക്കും ഓരോ വിഷയത്തിൽ. ഇപ്പോൾ അയോധ്യ വിഷയത്തിൽ BJP പ്രഖ്യാപിത നിലപാടുണ്ട്. അന്നത്തെ കാലത്ത് എനിക്കത് പറഞ്ഞാൽ മതി, അത് പിന്നീട് വിളിച്ചു ചോദിക്കേണ്ട ക്ലാരിഫിക്കേഷൻ വിളിച്ചു ചോദിക്കേണ്ട കാര്യമില്ല. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നുള്ളതാണ് BJPയുടെ നിലപാട്. ഇത് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ എനിക്ക് പരസ്യമായിട്ട് സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ വിമർശനം സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. എനിക്ക് വിശദീകരിക്കാൻ പോലും അവസരം തന്നില്ല. ഞാൻ BJPയുടെ പ്രഖ്യാപിത നിലപാടിനപ്പോൾ ഒരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല. പക്ഷേ അതുപോലും ഞാൻ പറയാൻ പാടില്ലായിരുന്നു എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. അപ്പം എനിക്ക് കിട്ടുന്ന ആക്സെപ്റ്റൻസിലും ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മാധ്യമങ്ങൾ കിട്ടുന്ന ശ്രദ്ധയിലും ജനങ്ങൾക്കിടയിൽ കിട്ടുന്ന ആക്സെപ്റ്റൻസിലും വലിയ അസംതൃപ്തി അപ്പുറത്തുണ്ടായിരുന്നു. അതുകൊണ്ട് പർപ്പസ്ഫുള്ളി എന്നെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി ശ്രമമുണ്ടായി, ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. അപ്പോൾ അത് വലിയൊരു കാലഘട്ടമായിരുന്നു. ഞാൻ സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്നൊരു, എനിക്ക് ഗോഡ് ഫാദർമാരൊന്നുമില്ല പൊളിറ്റിക്സിൽ, സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. ആ നിലയ്ക്ക് എന്നെ സംബന്ധിച്ചോളം ഈ BJPയിലുള്ള ഗ്രൂപ്പ് പൊളിറ്റിക്സിൻ്റെ ഒന്നും ഒരു ഭാഗമാവാതെ വന്നിട്ടുണ്ട് ഞാൻ എല്ലാ കാലത്തും. അതുകൊണ്ട് തന്നെ എനിക്ക് ഗോഡ് ഫാദർമാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളെ ഒരാൾ ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന പരവ്യത്തിൽ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന സമയത്ത് അയാൾ ചെയ്തത് ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും ഒരാളും നമ്മളെ അനുകൂലിക്കാത്ത സാഹചര്യം ഉണ്ടായി.